വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ക്ലോണാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റിയാക്റ്റും ടൈൽവിൻ്റും ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അസറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ട ഇമേജസ് പിന്നെ ഓരോ ഡാറ്റാസ് എല്ലാം കൂടെ ഒരു ഫോൾഡറിലാക്കി ഞാൻ അത് ഗിറ്റ്ഹബിൻ്റെ അകത്തും ഡ്രൈവിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ അടുത്തിപ്പോൾ 1-2-3 പ്രൊജക്റ്റുകൾ ചെയ്തായിരുന്നു. 2-3 പ്രൊജക്റ്റ് ഇപ്പോൾ റിയാക്ടിൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മാക്സിമം ഇപ്പം ഞാൻ ചിലപ്പോൾ ഫ്ലിപ്കാർട്ട് ചെയ്ത് ഞാൻ അടുത്ത വേറെ ടോപ്പ് നോഡ് ജേസിലോട്ടോ വല്ലോ പോയാലും നിങ്ങൾ മാക്സിമം നല്ല നല്ല പ്രൊജക്റ്റുകൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം പ്രൊജക്റ്റ് ബിൽഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ റിയാക്ട് എങ്ങനെ ഉപയോഗിക്കണം അതിൻ്റെ ലോജിക്സും കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊജക്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഫൈനലി നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിനും മറ്റും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വലിയ പ്രൊജക്റ്റും കൂടെ നിങ്ങൾ ഫ്രണ്ട് എൻഡിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റിലോട്ട് പോവാം. നമ്മൾ ഈ ഹോം പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നാവ് ബാർ, കാറ്റഗറി, ഈ ബാനർ, പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളും, പിന്നെ ഈ ഒരു സെക്ഷൻ നാവ് ബാർ, ഇത്രയും വെച്ചാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം റിയാക്റ്റ് വീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, റിയാക്റ്റ് വീറ്റ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഇതാണ് നമുക്കുള്ള വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. ഇവിടെ ഞാൻ വരുന്ന ഫയൽ ഓപ്പൺ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പിൽ നിന്ന് ഫ്ലിപ്കാർട്ടിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ഫോൾഡർ. ഇവിടെ ഉണ്ട് കാറ്റഗറി, അതിൻ്റെ കുറച്ച് അറേ ഓഫ് ഒബ്ജക്റ്റ്, അതൊക്കെ ഡെമ്മി ഡാറ്റാസാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. നമ്മളോട് ബാക്ക് എൻഡ് ഉപയോഗിക്കുന്നില്ല, ഫ്രണ്ട് എൻഡ് മാത്രമല്ല. ഞാൻ ബാക്ക് എൻഡിൽ നിന്ന് വരാനുള്ള ഡാറ്റ ഇവിടെ ഡെമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓഫേഴ്സ്, അതൊരു അറേ ഓഫ് ഒബ്ജക്റ്റ്, പ്രൊഡക്ട്സ് ഒരു അറേ ഓഫ് ഒബ്ജക്റ്റ്, പിന്നെ നമുക്കുണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ലോഗോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കമാൻഡ് npm ക്രിയേറ്റ് വീറ്റിൻ്റെ കമാൻഡ് കൊടുക്കുക. ഓക്കെ, പ്രൊജക്റ്റിൻ്റെ പേരിപ്പോൾ ചോദിക്കും. ഞാനിവിടെ ഫ്ലിപ്കാർട്ട് ക്ലോൺ എന്ന് കൊടുത്തു. നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്റ്റ് ആണ്. നമ്മൾ കീബോർഡ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് റിയാക്റ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ജാവാസ്ക്രിപ്റ്റും ഡൗൺ ആരോ സെലക്ട് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ നിൽക്കുന്ന ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ഫോൾഡറിൻ്റെ അകത്ത് അവിടെ നിന്ന് ചേഞ്ച് ഡയറക്ടറി, അത് നിങ്ങൾ കൊടുക്കാൻ മറക്കല്ലേ. ചേഞ്ച് ഡയറക്ടറി എന്താണ്, ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡറിലോട്ട് പോകണം. ഫ്ലിപ്കാർട്ട് ക്ലോൺ എന്ന് ഞാൻ കൊടുത്ത് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് എന്താണ് അതിലത്തുള്ള പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. npm പാക്കേജസ് എല്ലാം. ഓക്കെ, npm i എന്ന് കൊടുത്താൽ മതി, ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പം നമുക്ക് ഇവിടെ ഈ അസറ്റിൻ്റെ അകത്ത് നമുക്ക് ഈ ഇമേജസ് അതായത് ഈ ബാനർ ഇമേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അസറ്റ്സിൻ്റെ അകത്ത് പറക്കിയിടാം. ഓക്കെ, ഞാൻ അസറ്റ്സിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ കാറ്റഗറി ഇമേജസും അതും നമുക്ക് അസറ്റ്സിൻ്റെ അകത്തോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓഫർ അതും നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ്സിൻ്റെ അകത്തോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതുപോലെ പ്രൊഡക്ട്സിൻ്റെ ഇമേജും നമുക്ക് അസറ്റ്സിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണ് ആ ഇമേജസ് എല്ലാം നിങ്ങളത് ഓരോ ഇമേജ് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ആ ഇമേജ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസറ്റ്സിൻ്റെ അകത്തോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് കോഡിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുള്ളതുണ്ട്. ഇതിവിടെ ഇട്ടേക്കുന്ന ഇത് നമുക്ക് ഈ പ്രൊജക്റ്റ് കഴിയുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഐക്കൺസും കൂടെ അസറ്റ്സിൻ്റെ അകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ npm എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി npm റൺ ഡെവ് കൊടുക്കാം. നമുക്ക് റിയാക്റ്റ് ആപ്പ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ കൺട്രോളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി URL. അപ്പോൾ നമുക്കുള്ള ബ്രൗസറിൻ്റെ അകത്ത് ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, നമുക്ക് റിയാക്റ്റ് ഇപ്പോൾ റൺ ആയിട്ടുണ്ട്. നമുക്കിനി ടൈൽവിൻ്റെ CSS ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ടൈൽവിൻ്റെ CSS സെർച്ച് ചെയ്ത പേജിൽ പോവുക. അവിടെ ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം ഈ കമാൻഡ് കോപ്പി ചെയ്യുക.
ഇവിടെ നിങ്ങൾ പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യും. ഇപ്പം നിലവിൽ ഇത് ഓൾറെഡി നമ്മൾ റിയാക്ട് ആപ്പ് റൺ ആവുന്നുണ്ട്. അടുത്ത ടെർമിനലിൻ്റെ അകത്താണ് നമ്മൾ NPM സെൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടെർമിനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, നമ്മളെ ഫോൾഡർ ഫ്ലിപ്കാർട്ട് ക്ലോൺ എന്ന് പറയുന്നതാണ് ഇപ്പം നിൽക്കുന്ന മെയിൻ ഫോൾഡറിലാണ്. അപ്പോൾ ചേഞ്ച് ഡയറക്ടറി ഫ്ലിപ്കാർട്ട് ക്ലോണിൻ്റെ അകത്തോട്ട് നമ്മൾ പോകണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കമാൻഡ് പേസ്റ്റ് ചെയ്ത് എൻ്റർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ടൈൽവിൻ്റെ സൈസ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടൈൽവിൻ നമ്മൾ റിയാക്റ്റിലോട്ട് ആഡ് ചെയ്യാം. വീറ്റ് കോൺഫിഗിൻ്റെ അകത്ത് ടൈൽവിൻ്റെ സൈസായിട്ട് കണക്ട് ചെയ്യണം. അപ്പം നമുക്കിവിടെ വീറ്റ് കോൺഫിഗ് ഇവിടെ വന്നിട്ട് ടൈൽവിൻ്റെ സൈസ് ഇമ്പോർട്ട് ചെയ്തിട്ട് റിയാക്റ്റ് അവിടെ ഒരു കോമ ഇട്ടിട്ട് ടൈൽവിൻഡ് സൈസസിനെ കോൾ ചെയ്യണം. ടൈൽവിൻഡ് സൈസ് നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് ഇമ്പോർട്ട് ചെയ്യണം, CSS ഇമ്പോർട്ട് ചെയ്യണം ടൈൽവിൻഡ് സൈസസിന്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് സോഴ്സിൻ്റെ അകത്ത് നമുക്ക് ആപ്പ് CSS ഫുള്ള് ക്ലിയർ ചെയ്യാം. അവിടെ നമുക്കൊന്നും വേണ്ട, ഡിലീറ്റ് ചെയ്യാം. ആപ്പ് JSXൻ്റെ അകത്ത് വന്ന് ഈ ആപ്പ് CSS ഇവിടെ നിന്ന് മാറ്റണം. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, കൗണ്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ലോഗോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണം, ഇൻഡെക്സ് CSSൻ്റെ അകത്ത് വന്നിട്ട് നമുക്കുള്ള ടൈൽവിൻ്റെ CSSന് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇൻഡെക്സ് CSSൻ്റെ അകത്ത് ഇതാണ് ഇവിടുത്തെ മെയിൻ CSS ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു H1 ആഡ് ചെയ്യാം. സോറി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, H1 ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കാം ഇത് വർക്ക് ആവുന്നുണ്ടോയെന്ന്. ഓക്കെ, ഇപ്പോൾ അണ്ടർലൈനൊക്കെ വന്ന് നമുക്കുള്ള എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മൾ ടൈൽവിൻ സൈസ് റൺ ആവുന്നുണ്ട്. ഇവിടെ അണ്ടർലൈനും കാര്യങ്ങളെല്ലാം വരുന്നേ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് റിയാക്ട് റൗട്ടർ ഉപയോഗിക്കാൻ അറിയാം, ഞാൻ ഓൾറെഡി വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഞാൻ ഇവിടെ റിയാക്ട് റൗട്ടർ ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റ് ഇവിടെ എന്താണ് കമ്പോണൻറ്റ് വിളിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പോണൻസ് എന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേജസ് എന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പേജസിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഹോം പേജ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. മറ്റ് പേജൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്, നമ്മളിവിടെ എല്ലാ എലമെൻറ്റുകളെ മാത്രമാണ് വിളിക്കുന്നത്, അതായത് കമ്പോണൻസിനെ മാത്രമാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കതിന് നാവ് ബാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് വിളിക്കാം. അപ്പോൾ പുതിയ കമ്പോണൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന നാവ് ബാറാണ്. നാവ് ബാർ .jsx എന്ന് കൊടുത്തു, നമ്മൾ ഷോർട്ട് കമാൻഡ് കൊടുത്ത് നമ്മൾ എന്താണ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. H1ൻ്റെ അകത്ത് നാവ് ബാറ്. ഓക്കെ, നാവ് ബാർ കഴിഞ്ഞ് അടുത്ത് നമുക്ക് വരാനുള്ള കാറ്റഗറീസ്. അപ്പോൾ കാറ്റഗറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് അടുത്ത കമ്പോണൻറ്റ് ഓക്കെ കാറ്റഗറി ഞാൻ കൊടുത്തിട്ടുണ്ട്. കാറ്റഗറീസ് ഇവിടെ വിളിച്ചിട്ടുണ്ട്. .jsx കൊടുത്തു. H1 ഇട്ട് കാറ്റഗറി. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യും, ഇവിടെ പേജിൻ്റെ അകത്ത് ഹോം പേജിൻ്റെ അകത്ത് വരുന്നു. ഇവിടെ നമ്മൾ div ഒഴിവാക്കി ഫ്രാഗ്മെൻ്റ് എന്നുള്ളൊരു കാര്യം ഉപയോഗിക്കുന്നുണ്ട്. കമ്പോണൻറ്റ് വിളിക്കുന്നത് കൊണ്ട് നമുക്ക് H1 തൊട്ട് ഉപയോഗിക്കാം കേട്ടോ. ഫ്രാഗ്മെൻറ്റ് നമ്മളിവിടെ കമ്പോണൻറ്റ് വിളിക്കുന്നതുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഞാനിനി ആദ്യം നമുക്ക് എന്താണ് നാവ് ബാറിനെ വിളിക്കാം. ഫസ്റ്റ് കാണിക്കേണ്ട നാവ് ബാറാണ്. അപ്പോൾ നാവ് ബാറിനെ വിളിച്ചു. അത് കഴിഞ്ഞ് കാറ്റഗറീസിനെ വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പ് JSXൻ്റെ അകത്ത് വന്ന് ഇപ്പോൾ റൗട്ടർ നമ്മൾ സെറ്റപ്പ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഹോം പേജ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നാവ് ബാറും ഇവിടെ കാറ്റഗറീസും വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം നാവ് ബാർ സെറ്റപ്പ് ചെയ്യാം. അപ്പം അതിനായിട്ട് ഇവിടെ ഞാൻ നാവ് ബാറിൽ വരുന്നു. നാവ് ബാറിൻ്റെ അകത്ത് ഓക്കെ നമുക്കിവിടെ എന്താണ് ഇത് വരുന്നില്ല, എന്താണ് നമുക്ക് അതിൻ്റെ സജഷൻ വരുന്നില്ല. അതായത് നമ്മൾ ടൈൽവിൻ്റെ സൈസിൻ്റെ ഇപ്പോൾ W അടിക്കുമ്പോൾ ബാക്കി ഓട്ടോമാറ്റിക്കലി സജഷൻ വരുമല്ലോ. അത് വരാത്ത റീസൺ നമ്മളിവിടെ ടൈൽവിൻ്റെ സൈസിന് എന്താണ് നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിക്കണമല്ലോ ടൈൽവിൻ്റെ സീസണിനായിട്ട്. ആ എക്സ്റ്റൻഷൻ റൺ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ടൈൽവിൻ്റെ സീസണിൻ്റെ ഒരു ഫയൽ നമുക്കുള്ള പ്രൊജക്റ്റിൻ്റെ അകത്ത് വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ടൈൽ വിൻഡ്
config ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞ ഈ ഒരു ഫയൽ നമ്മുടെ പ്രൊജക്റ്റിലുണ്ടെങ്കിൽ ടൈൽവിൻഡ് സീരീസിൻ്റെ എക്സ്റ്റൻഷൻ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ടൈൽവിൻഡ് സീരീസിൻ്റെ ഈ എക്സ്റ്റൻഷൻ റണ്ണായി നമുക്ക് എന്താണ് സജഷൻസ് വരത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇവിടെ എന്താണ് ഈ ഫ്ലിപ്കാർട്ട് ക്ലോണിൻ്റെ അകത്ത് ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് എന്താണ് ഓക്കെയാണ്, സജഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, വിഡ്ത്ത് 100% ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് 12 വ്യൂ പോർട്ട് ഹൈറ്റാണ് ഞാൻ നിലവിലിപ്പോൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അത് വന്നോ ഇല്ലേ എന്നറിയാം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ഇത് ഒഴിവാക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒഴിവാക്കി അതിൻ്റെ അകത്ത് നമുക്കിവിടെ 3 തിരിക്കാം. ഒന്ന് ഈ ലോഗോ, 2 ഈ സെർച്ച് ബാർ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ലോഗിൻ കാർട്ട്, ഈ 2 ഐക്കൺസും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ ബിക്കം എ സെല്ലറും എന്താണ് ഈ ഒരു നാവും നമ്മൾ എന്താണ് ഒഴിവാക്കുന്നുണ്ട്. ആ ഒരു മെനു ഐക്കൺ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് എന്താണ് 3 ഡിവ് വേണം ചൈൽഡ് ആയിട്ട്. ഒന്നിന് നമുക്ക് ഫ്ലിപ്കാർട്ടിന്, ഒന്ന് നമുക്ക് ഈ സെർച്ച് ബാറിന്, ഒന്ന് ഈ 2 ലോഗിനും ഈ കാർട്ട് ഐക്കണും ഇടുന്നതിനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അതിന് വിഡ്ത്ത് ഞാൻ കൊടുക്കുന്ന 25% ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് 100% കൊടുത്തു. ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണ് കറക്റ്റ് അളവ് നമുക്ക് എന്തായാലും ചെയ്തതിന് നോക്കാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒരു കളർ കൊടുക്കുകയാണ്. ഇനി നമ്മൾ നോക്കുമ്പം ഓക്കെ, ഇതിപ്പോൾ താഴെ കിടക്കുന്ന ഫ്ലെക്സ് കൊടുത്താൽ ഇത് നിരന്ന് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലെക്സ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നിരന്ന് വന്നിട്ടുണ്ട്. ഇവിടെ സെർച്ച് ബാർ, ഇവിടെ 2 കാർട്ടും, ഇവിടെ ഐക്കണും, നമ്മുടെ ലോഗോയും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നമുക്കുള്ള ലോഗോ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ലോഗോ നമ്മൾ അസറ്റ്സിൻ്റെ അകത്തല്ലേ ലോഗോ കിടക്കുന്ന, അസറ്റ്സിൻ്റെ അകത്ത് ഐക്കൺസിൻ്റെ അകത്താണ് ലോഗോ. അപ്പം ലോഗോ ഫ്രം /assets/ അതിൻ്റെ അകത്ത് ഐക്കൺസ്/ നമ്മൾ ലോഗോ .png എന്ന് പറഞ്ഞ ഫയലിനെ നമ്മളിവിടെ വിളിച്ചിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലോഗോയിനെ വിളിച്ചു കൊടുത്തു. ഓക്കെ, ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ സ്റ്റൈലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലാസ് നെയിം ഹൈറ്റ് 90% കൊടുക്കാം. അതായത് ഈ ഹൈറ്റ് എത്തണം, അതിൻ്റെ 90% ഹൈറ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ മെയിൻ പാരൻറ്റിൻ്റെ അകത്ത് വന്നിട്ട് ഇതിപ്പോൾ സൈഡിൽ ചേർന്ന് നിൽക്കണമല്ലോ, ഈ സൈഡിലോട്ട്. അപ്പം നമുക്ക് അതിനായിട്ട് സെൻറ്ററിലും കൂടെ അലൈൻ ആവുന്നതിനായിട്ട് ഫ്ലെക്സ് ഐറ്റംസ് സെൻറ്ററിലോട്ട് വരണം. ജസ്റ്റിഫൈ കണ്ടൻറ്റ് എൻഡ് അറ്റത്തോട്ട് നിൽക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എൻഡിലോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സൈസ് ഇനിയും കുറയ്ക്കണമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊരു 90 മാറ്റി 80% ആക്കി വെക്കാം. ഇതോടെ കുറഞ്ഞിട്ടുണ്ട്, ഒരു 70% ആക്കി വെക്കാം. ഓക്കെ, ജസ്റ്റിഫൈ സെൻറ്റർ കൊടുക്കുകയാണ്. ഈ സെൻറ്ററിലോട്ട് അലൈൻ ആവുന്നതിനായിട്ട്. ഇനി നമുക്ക് നമ്മൾ ഇൻപുട്ടിലോട്ട് വരാം. അപ്പോൾ ഇൻപുട്ടിലോട്ട് ഞാൻ ഒരു ഡിവ് ഇടുന്നു. അപ്പോൾ ഡിവിന് ഞാൻ വിഡ്ത്ത് 100% വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് ഒരു 40 px കൊടുക്കുന്നുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു നോർമൽ കളർ കൊടുത്തു നോക്കി നമുക്ക് അറിയാനായിട്ട്. എന്നിട്ട് ഇവിടുത്തെ ഞാൻ ഈ കളർ ഒഴിവാക്കുകയാണ്. ഇതാണ് നമുക്കുള്ള ആ ഒരു സെർച്ച് ബോക്സിൻ്റെ അല്ലെങ്കിൽ സെർച്ചിൻ്റെ ഇൻപുട്ടിൻ്റെ സൈസ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ വരുന്നു. ഇതിൻ്റെ ഡിവിന് ഞാൻ ഫ്ലെക്സ് കൊടുക്കുന്നു സെൻറ്ററിലോട്ടാക്കാൻ. ഫ്ലെക്സ് ഐറ്റംസ് സെൻറ്റർ, ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുത്തു. ഓക്കെ, ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യണം.
ഇൻപുട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് ആ സെർച്ച് ഐക്കണെ ഇങ്ങോട്ട് കോൾ ചെയ്യണം. നമ്മൾ സെർച്ച് ഐക്കൺ ഉണ്ടല്ലോ, ഇവിടെ സെർച്ച് എന്നാണ്. അപ്പോൾ ആ ഐക്കണിനെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇമ്പോർട്ട് ഇവിടെ ഐക്കൺസിൻ്റെ അത് സെർച്ച് ഐക്കൺ സെലക്ട് ചെയ്തു. ഞാൻ ഇവിടെ സെർച്ച്, ഇവിടെ സെർച്ച് .png അത് വിളിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എന്താണ് ഇമേജിൻ്റെ അകത്ത് നമുക്ക് സെർച്ചിനെ വിളിച്ചു കൊടുക്കാം. ക്ലാസ് നെയിം ഇട്ടിട്ട് അതിൻ്റെ ഹൈറ്റ് ഞാൻ ഒരു 20px ഹൈറ്റാണ് ഞാൻ എന്ത് എടുക്കുന്ന ആ സെർച്ച് ഇമേജിന് ഇപ്പോൾ കൊടുക്കുന്നേ. ഇവിടെ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ #FFF കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു ലൈറ്റ് കളറിലോട്ട് ആക്കാം. ഈ ഒരു കളറിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ കളറിലോട്ട് മാറ്റാം. ഇൻസ്പെക്റ്റ് ചെയ്യുന്നു. നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള ഈ ഒരു നമുക്ക് ഇതൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം, ഇതിൻ്റെ കളർ ഏതാണെന്ന് അറിയാൻ. ഓക്കെ, ഓക്കെ നമുക്കിവിടെ ഇൻസ്പെക്റ്റ് അടിച്ചപ്പം ഓക്കെ സ്മാർട്ട് കളർ പിക്കർ. നമുക്ക് ഒരു കളർ പിക്കർ ടൂൾ ഉപയോഗിക്കാം ഈ കളർ ഒന്ന് പിക്ക് ചെയ്യുന്നതിനായിട്ട്. ഇതാണ് ആ കളർ കോഡ്, സ്മാർട്ട് കളർ പിക്കർ. നിങ്ങൾ എന്താണ് നമുക്കുള്ള നമ്മളെ വെബ് സ്റ്റോറിലോട്ട് പോകണം. വെബ് സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് സ്മാർട്ട് കളർ പിക്കർ എന്ന് സെർച്ച് ചെയ്താൽ മതി. സ്മാർട്ട് കളർ പിക്കർ എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യാൻ ചോദിക്കുന്ന അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ട കളർ പിക്ക് ചെയ്യുന്നതിനായിട്ട് സ്മാർട്ട് കളർ പിക്കർ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ എന്നിട്ട് ആ കളറിലോട്ട് വന്നാൽ മതി. ഏറ്റവും അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പം ആ കളർ സേവ് ആവുന്നതാണ്. എന്നിട്ട് ആ കോഡ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്കുള്ളതിലോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ കളറിലോട്ട് നമുക്കുള്ള കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ചെറിയ എന്താണ് റേഡിയസ് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ബോക്സിന് ചെറിയൊരു റേഡിയസ് വേണമല്ലോ, ആ റേഡിയസ് നമുക്ക് കൊടുക്കാം. അപ്പം അതിനായിട്ട് ഇവിടെ നമുക്ക് റൗണ്ടഡ് SM കൊടുക്കാം. ചെറിയ രീതിയിലുള്ള റൗണ്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ചെറിയൊരു കർവ് ഇവിടെ വന്നിട്ടുണ്ട് ആ സൈഡിലെല്ലാം. ഇനി നമുക്ക് നമ്മളെ ഇമേജിന് നമുക്ക് ഒരു ഡിവിലോട്ടാക്കാം. ഇമേജിനെ ഡിവിൻ്റെ അകത്തോട്ടാക്കിയിട്ട് നമുക്ക് ആ ഡിവിനെ ഞാനിപ്പോൾ ഇടണം വിഡ്ത്ത് ഒരു 30px വിഡ്ത്ത്, ഹൈറ്റ് ഞാൻ 100% കൊടുക്കുന്നു. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് എൻ്റെ സൈസ് ഒന്ന് നോക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് ഇപ്പോൾ നമ്മളെ വിഡ്ത്തിന് ഇതുള്ള നമ്മളെന്താണ് ഒരു ഡിവിൻ്റെ സൈസ്. നമുക്കത് എന്ത് ഒരു 50 ആക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കളർ ഒഴിവാക്കിയിട്ട് ആ ഡിവിൻ്റെ സെൻറ്ററിലോട്ട് നമുക്കുള്ള ഐക്കണിനെ കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഫ്ലക്സ് ജസ്റ്റിഫൈ സെൻറ്റർ ഐറ്റംസ് സെൻറ്റർ ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ള ഈ ഒരു ഇൻപുട്ടിനെയും കൂടെ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നു, നമുക്കുള്ള ഓക്കെ ഇതാണ് നമുക്കുള്ള എന്താണ് ഈ നമ്മൾ ഇൻപുട്ടിൻ്റെ പാരൻ്റ് ഡിവ്. ഇത് അതിൻ്റെ മെയിൻ ഡിവ്, അതിൻ്റെ ചൈൽഡാണ് ഈ ഡിവാണ് എന്ത് ചെയ്യുന്ന ഈ ഇമേജും ഇൻപുട്ടും എന്താണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവിൻ്റെ അകത്ത് വന്നിട്ട് നമുക്കിവിടെ ഫ്ലെക്സ് വേണം, കാരണം നിരന്ന് നിൽക്കുന്നതിനായിട്ട് ഇൻപുട്ടും ആ ഇമേജും കൂടെ. ഫ്ലെക്സ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ എന്താണ് ആ ഒരു ഇത് വന്നിട്ടുണ്ട്, ആ ഇൻപുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ടിന് ഞാൻ ഇവിടെ വരുന്നു, ക്ലാസ് നെയിം കൊടുത്തിട്ട്
വിഡ്ത്ത് 100% ഞാൻ കൊടുക്കുന്നു. എന്നിട്ട് ഇൻപുട്ടിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ഔട്ട്ലൈൻ നമുക്ക് നണ്ണ് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട്. അങ്ങനെ നമ്മൾ ഇൻപുട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള എന്താണ്, ഈ ഒരു ലോഗിനും കാർട്ട് ഐക്കണും നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഈ ഡിവിലോട്ട് ഞാൻ വരുന്നു. ഇവിടെ ഞാൻ 2 ഡിവ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ ഡിവിന് വിഡ്ത്ത് ഞാൻ 50% വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് ഞാൻ ഒരു 40 px ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റൗണ്ടഡ് റൗണ്ടഡ് SM കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നമുക്ക് ഇമേജസിനെ വിളിക്കണം. അതായത് യൂസറും കാർട്ടും, ആ 2 ഇമേജിനെ നമുക്ക് വിളിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ആ ഇമേജിനെ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് user.png എന്ന് പറഞ്ഞ ഇമേജും ഇവിടെ നമുക്ക് cart.png എന്ന് പറഞ്ഞ ഇമേജും നമുക്ക് വേണം. അപ്പോൾ യൂസർ അതുപോലെ തന്നെ കാർട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വന്നിട്ട് ആദ്യം യൂസറിനെ കൊടുക്കാം. അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു H1 ഇട്ടിട്ട് നമുക്കിവിടെ ലോഗിൻ എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ഡിവിന് നമുക്ക് ഫ്ലെക്സ് കൊടുക്കാം. ഫ്ലെക്സ് അതുപോലെ തന്നെ ഇതുപോലെയാണ് ഡിവ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്താണ് ഈ ലോഗിൻ നമുക്കിവിടെ വന്നാൽ നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഫ്ലെക്സ് ഗ്യാപ്പ് നിലവിൽ 2 കൊടുക്കാം. പിന്നെ ഐറ്റംസ് സെൻറ്ററിലായിരിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഇതിൻ്റെ ഇമേജിൻ്റെ സൈസൊക്കെ ചേഞ്ച് ചെയ്യാം. ക്ലാസ് നെയിം ഇട്ടിട്ട് ഞാൻ ഹൈറ്റ് ഒരു 25 px ആണ് ഞാനിപ്പം ആ ഒരു ഐക്കൺ സൈസ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഈ ഒരു ഡിവിൻ്റെ അകത്ത് നമുക്ക് വരാം. എന്നിട്ട് പറയാം ഐറ്റംസ് നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവരണം. ഓക്കെ, ഐറ്റംസ് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഗ്യാപ്പ് എലമെൻറ്റുകൾ തമ്മിലൊരു 2 px ഗ്യാപ്പ് വേണം. ഇത്രയും കൂടെ സൈസുള്ള ടെക്സ്റ്റും ലോഗോയ്ക്ക് സൈസ് വേണം. നമുക്കിവിടെ പാഡിങ് എക്സ്, ഈ മെയിൻ ഡിവിന് പാഡിങ് എക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15 px കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് യൂസറിൻ്റെ സൈസ് നമുക്കൊരു 30 px കൊടുക്കാം. H1ൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് 1.1 റം എന്നാണ് വാല്യൂ കൊടുക്കാം. ഓക്കെ, 30 മാറ്റി നമുക്ക് 26-7 റേഞ്ച് ആയിരിക്കും കറക്റ്റ് വരുന്നത്. ഓക്കെ, ആ റേഞ്ചിൽ നമ്മളിപ്പം നമ്മുടെ ഇതിൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോഗിൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി അടുത്ത നമ്മളെ എന്താണ് നമുക്കുള്ള കാർട്ടും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കുള്ള ആ ലോഗിനും കാർട്ടും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് പാഡിങ് എക്സ് കൊടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ലെഫ്റ്റ് റൈറ്റിലൊരു പാഡിങ് കൊടുക്കാം. നമുക്ക് ഞാൻ ഒരു 20 px പാഡിങ് ഞാനിപ്പോൾ രണ്ടിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കിനി ജസ്റ്റിഫൈ എൻഡ് കൊടുക്കാം.
ഓക്കെ, ഇത് രണ്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഹോവർ ചെയ്യുന്ന സമയത്ത്, മൗസ് കൊണ്ട് ഹോവർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളർ ചേഞ്ച് ആവണം. അപ്പോൾ ഞാൻ ഇവിടെ ഹോവർ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ 600 കൊടുക്കുകയാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്ലൂ നമുക്ക് ഒരു 600 ആക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഹോവർ ചെയ്യുമ്പോൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഹോവർ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് വൈറ്റ് ആവണം. അതുപോലെ തന്നെ ട്രാൻസിഷൻ ഓളും, അതുപോലെ തന്നെ ഡ്യൂറേഷൻ, ആ ഹോവർ ചെയ്യുമ്പോൾ ആ ആനിമേഷൻ എടുക്കുന്ന ടൈം ഒരു 500 മില്ലി സെക്കൻഡ് ഉണ്ട് ആനിമേഷൻ റൺ ആവാവും. അപ്പോൾ അത് നമ്മളിവിടെ കൊടുത്തു. ഇവിടെ ഞാൻ ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്കിനി കഴ്സർ പോയിൻ്ററും കൂടെ കൊടുക്കാം. നമ്മളെ മൗസിൽ നമ്മൾ എന്താണ് ഇപ്പോൾ അതിലോട്ട് നമ്മൾ കൊണ്ടുവരുമ്പം ആ ഒരു പോയിൻ്റർ സിമ്പിളിലോട്ട് മാറണം. അതായത് ഇതിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ മൗസ് എന്താണ് നോർമൽ ഒരു രീതിയിലാണ്. ഇവിടെ കൊണ്ടുവരുമ്പോൾ കണ്ട അതൊരു പോയിൻ്റർ രീതിയിലോട്ടൊരു വിരൽ ചൂണ്ടുന്ന പോലെ വന്ന ലിങ്ക് കണക്ക്. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ, നമുക്കുള്ള നാവ് ബാർ നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നാവ് ബാറും ആ ലോഗോ ഐക്കൺ എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കാറ്റഗറി നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ കാറ്റഗറിയുടെ കമ്പോണൻറ്റിൽ വരുന്നു. ക്ലാസ് ഇട്ടിട്ട് വിഡ്ത്ത് ഞാനൊരു 100% വിഡ്ത്ത് കൊടുക്കുന്നു. ഹൈറ്റ് ഞാനിപ്പോൾ കൊടുക്കുന്നേ 30 വ്യൂ പോർട്ട് ഹൈറ്റാണ് ഞാനിപ്പോൾ കൊടുക്കുന്ന. പാഡിങ് 10 px നമുക്ക് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്തെല്ലാം വൈറ്റും ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു കളർ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ പുറത്തുള്ള ഒരു വേറൊരു ലൈറ്റായിട്ടുള്ള ഇത്തിരി ഡാർക്ക് ചേർന്നൊരു വൈറ്റാണ് കൊടുത്തേക്കുന്നത്. പുറത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കതെന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുക ആ കളറ്. ഓക്കെ, ഞാൻ ആ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു കളറ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യുന്നു. വിഡ്ത്ത് 100% കൊടുക്കുന്നു. ഹൈറ്റും 100% ഞാൻ കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്കുള്ള ഡിവ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓരോ ഇമേജസും കാര്യങ്ങളും നമുക്കിവിടെ കൊണ്ടുവരണം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു കാർഡ് ഇവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഞാൻ വരുന്നു. കാർഡിന് വിഡ്ത്ത് ഇപ്പം 200 px കൊടുക്കുന്നു. ഹൈറ്റ് 100% കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ഒരു നോർമൽ കളർ കൊടുത്തു. ഓക്കെ, ഇത്രയാണ് ഇപ്പം എന്താണ് ഓരോ വിഡ്ത്ത് എടുക്കുന്നത്. വിഡ്ത്ത് ഒരു 180 കൊടുത്തു നോക്കാം. ഓക്കെ, ഇത്രയും നമുക്ക് കൊടുക്കുക. എന്താണ് ഇതിന് നമുക്ക് അത്രയും കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഈ കാർഡ് ഇപ്പോൾ റീയൂസ് ചെയ്യുന്ന ഒരു കാർഡ് കമ്പോണൻറ്റ്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മാത്രമല്ല, നമ്മൾ ചിലപ്പം ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരുപാട് കമ്പോണൻറ്റിൻ്റെ അകത്ത് ഒരു കാർഡ് പോലെ ഒരു എലമെൻറ്റ് നമ്മൾ റീയൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വേറൊരു കമ്പോണൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ വരുന്നു, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ UI എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്ത് ക്യാറ്റ് കാർഡ് എന്ന് കൊടുക്കുന്നുണ്ട്. കാറ്റഗറി കാർഡ് എന്ന് ഉദ്ദേശിച്ചാണ് ക്യാറ്റ് കാർഡ് എന്ന് കൊടുത്തത്. ഇവിടെ ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ കാർഡിനെ ഇതിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ എന്താണ്
ആ ഡിവ് ഇതെല്ലാം വിളിച്ചിട്ട് ഇതിനകത്ത് ഞാൻ ആ കാറ്റഗറി കാർഡിൻ്റെ കോഡ് കൊണ്ട് പേസ്റ്റ് ചെയ്യുകയും ഇവിടെ നമ്മൾ പ്രോപ്സ് ആയിട്ട് യൂസർ പാസ് ചെയ്യുന്ന ഡാറ്റേനെ എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കാർഡ് നമ്മൾ ഈ കാറ്റഗറി പേജിലല്ല, പ്രൊഡക്റ്റ് പേജിലും മറ്റെല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഈ കോഡ് നമ്മൾ എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു കമ്പോണൻ്റ് ആക്കി പ്രോപ്സ് ആയിട്ട് ഡാറ്റ മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ വരുന്നു, ഓക്കെ, ക്യാറ്റ് കാർഡിനെ വിളിച്ചു. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്താണ് ആ കാർഡ് ഇവിടെ കാണുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഇമേജും വേണം, അതുപോലെ തന്നെ ഡാറ്റയും പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ഇമേജസ് എല്ലാം സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ കാറ്റഗറി ആ അറേ ഓഫ് ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഇമേജ് C1 C2 എന്ന പേരിലാണ് ഞാൻ 9 ഇമേജിനെ വിളിച്ചേക്കുന്ന. നമ്മുടെ സോഴ്സിൻ്റെ അകത്ത് അസറ്റ്സിൽ പോയി കാറ്റഗറി ചെന്ന 1 2 3 എന്ന പേരിൽ ഓരോ ഇമേജസും ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ കമ്പോണൻസ് കാറ്റഗറിയിലോട്ട് വരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ഇമേജസിന് ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് C1 ഫ്രം // അസറ്റ്സ് /category /1.webp. ഈ ഒരു ഫോർമാറ്റിലുള്ള ഇമേജാണ്. JPG 4 വരെ 1 2 3 4 വരെ വെബ് പി എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റിലുള്ള എന്താണ് ഇമേജാണ് വരുന്നത്. അത് കഴിഞ്ഞുള്ള JPG ഫോർമാറ്റിലുള്ള ഇമേജാണ്. ഓക്കെ, ഞാൻ താഴോട്ടൊന്ന് കോപ്പി ചെയ്യണം. C2 ഇവിടെ 2 കൊടുക്കുന്നു, 3 കൊടുക്കുന്നു, 3, അതുപോലെ തന്നെ 4 ഇവിടെയും 4, അതുപോലെ തന്നെ ഇവിടെ 5. ഓക്കെ, 5 തൊട്ട് നമുക്ക് എന്താണ് JPG ആണ് 5 തൊട്ട് വരുന്നത്. 5.jpg 6 തൊട്ടും. ഓക്കെ, 5, അത് കഴിഞ്ഞ് ഞാൻ 6 സെലക്ട് ചെയ്തു. 6.jpg. ഓക്കെ, 7.jpg ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് 8.jpg, അതുപോലെ തന്നെ 9. ഓക്കെ, 9.jpg. അപ്പോൾ ആ ഫയലെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഈ കാറ്റഗറീസ് ഇനി അറേ ഓഫ് ഒബ്ജക്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാൻ കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ അറേ ഓഫ് ഒബ്ജക്റ്റ് ഇടുന്നു. ഇമേജ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. കിലോസ്, അതുപോലെ തന്നെ മൊബൈൽസ്, ഫാഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, അപ്ലയൻസ്, ഫ്ലൈറ്റ് ബുക്കിംഗ്, ടോയ്സ്, 2 വീലേഴ്സ്, അങ്ങനെ അതെല്ലാം അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് 2 ഡാറ്റ ആദ്യം പാസ് ചെയ്യാം. ഒന്ന് നൈം കിലോസ് എന്ന് പാസ് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമത് ഇമേജ് എന്നും പറഞ്ഞ് C1 ഇമേജും പാസ് ചെയ്യണം പ്രോപ്സ് ആയിട്ട്. ആ ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്താണ് ഈ ഒരു കർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്യണേ ആ ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് എന്ന് ആ ഒബ്ജക്റ്റ് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് എന്താണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്തൊരു കർലി ബ്രാക്കറ്റ് ഇട്ടേ നിങ്ങൾക്ക് മനസ്സിലാവും. നൈം ഇമേജ്. ഓക്കെ, യൂസർ പാസ് ചെയ്ത നൈമും ഇമേജും ആണ് പ്രോപ്സ് ആയിട്ട്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇമേജിൻ്റെ അകത്ത് വരുന്നു, ഇമേജ് ഒന്ന് കൊടുക്കുന്നു, ക്ലാസ് നെയിം ഇടുന്നു, ഹൈറ്റ് ലൈക്ക് ഒരു 30px നിലവിലൊന്ന് കൊടുത്തു നോക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നു, H1 ഇടുന്നു, അതിനകത്ത് നൈമും കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു മൊബൈലിൻ്റെ ആ ഒരു ഇമേജും ആ ടെക്സ്റ്റും വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആ ഇമേജിൻ്റെ സൈസ് ഞാൻ 80px കൊടുക്കുന്നു. ഓക്കെ,
നമുക്ക് 90 കൊടുക്കാം. 90 px ഞാൻ കൊടുക്കുന്നു. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു H1ൻ്റെ സൈസ് നമുക്ക് കൊടുക്കാം. ഞാൻ ക്ലാസ് നെയിം ഇട്ടു, ടെക്സ്റ്റ് 1.1 റെം എന്ന് പറഞ്ഞാൽ അതിലുള്ള ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. നമുക്ക് ഇനി ഇത് ബോൾഡ് ടെക്സ്റ്റ് ആണോ നോക്കാം. ഓക്കെ, ബോൾഡ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ നമുക്ക് ഫോണ്ട് സെമി ബോൾഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഡിവിനകത്ത് ഞാൻ പറയാണ് ഫ്ലക്സ് ജസ്റ്റിഫൈ സെൻറ്റർ ഐറ്റംസ് സെൻറ്റർ എന്ന് ഞാൻ കൊടുത്തു. ഇനി ഫ്ലെക്സ് കോളം കൊടുക്കുകയാണ്. ഓക്കെ, ഫ്ലെക്സ് കോളം കൊടുത്തു. ജസ്റ്റിഫൈ സെൻറ്റർ ഐറ്റം സെൻറ്റർ. ഓക്കെ, ഇപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നമുക്കിനി എന്ത് ചെയ്യാം, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കുള്ള ഫസ്റ്റത്തെ കാറ്റഗറി പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പാസ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ വരുന്നു, ഒരു കർലി ബ്രാക്കറ്റ് ഇടുന്നു, കാറ്റഗറി അറേ മാപ്പ്, അതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് കൊടുക്കുന്നു, റിട്ടേൺ, അതുപോലെ തന്നെ ക്യാറ്റ് കാർട്ടിന് ഇവിടെ വിളിക്കുന്നു, നൈം ഒബ്ജക്റ്റ് ഡോട്ട് നൈം എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇമേജ് ഒബ്ജക്റ്റ് ഡോട്ട് ഇമേജ് എന്ന് ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഡിവിൻ്റെ അകത്ത് ഞാൻ വന്നിട്ട് പറയുകയാണ്, ഈ ഡിവിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻറ്റും ഫ്ലെക്സ് ആയിരിക്കണം, എന്നാൽ നിരന്നിരിക്കണം എന്നൊരു കണ്ടീഷൻ കൊടുക്കണം, ഇല്ലെങ്കിൽ താഴെ വരും. ഓക്കെ, നമുക്കുള്ള 2 വീലേഴ്സും മറ്റ് ഫർണിച്ചർ അപ്ലയൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്കിപ്പോൾ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഗ്യാപ്പ് വന്നു. അപ്പോൾ നമ്മളെ കാറ്റഗറീസ് എല്ലാം ഇവിടെ ഇപ്പം ലിസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് നിലവിൽ ഇത്രയും സെക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഇമേജൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് ഇത്ര ബാക്ക്ഗ്രൗണ്ട്, ഈ ഇമേജിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞ് നല്ല ഇമേജ് ഉണ്ട്, ഇത്ര കാണാൻ ലുക്ക് കാണും. ഞാൻ നിലവിൽ ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് എടുത്ത ഇമേജാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം, ലൈക്ക് ഇത് ഫുൾ നമുക്ക് റെസ്പോൺസീവ് ആക്കത്തില്ല, എന്നാലും ചെറിയ രീതിയിൽ ഇതൊന്ന് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റെസ്പോൺസീവ് കാണിച്ചിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ ഇതിനൊന്ന് റെസ്പോൺസീവ് ആക്കുന്ന അതും കൂടെ നാളത്തെ വീഡിയോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് എൻ്റെ പാർട്ട് 2ൻ്റെ അകത്ത് ഞാൻ റെസ്പോൺസീവ് ആക്കുന്നതുകൂടെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.